ദേവികുളം കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം കഴിഞ്ഞ മാർച്ച് മാസം പണി പൂർത്തീകരിച്ച് ഓഫീസ് ഉൾപ്പെടെയുള്ള ആശുപത്രി സംവിധാനവും ജീവനക്കാരും മാറിയെങ്കിലും പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രിക്കൽ വയറിംഗ് പൂർത്തീകരിക്കാത്തതിനാൽ താൽക്കാലിക വയറിംഗ് ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ സംവിധാനം പ്രവർത്തിക്കുന്നത്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ആർദ്രം മിഷൻ വിഭാവനം ചെയ്യുന്ന വിധത്തിൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ അനുവദിക്കുവാനും അധികൃതർ തയ്യാറാകണമെന്നുമാണ് ആവശ്യം. കഴിഞ്ഞ മാർച്ച് മാസമാണ് ദേവിയാർ കോളനി PHSCയുടെ പുതിയ കെട്ടിടം പണി പൂർത്തിയാക്കിയത്. എന്നാൽ ഇതുവരെയും ഇലക്ട്രിക്കൽ വയറിംഗ് പൂർത്തീകരിച്ചിട്ടില്ല. താൽക്കാലികമായി ചെയ്ത ഭാഗികമായ വയറിംഗ് ഉപയോഗിച്ചാണ് നിലവിൽ കമ്പ്യൂട്ടർ സംവിധാനം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. PHSCയുടെ പഴയ കെട്ടിടം ചോർന്ന് ഉപയോഗശൂന്യ സാഹചര്യത്തിലാണ് പണി തീർന്ന കെട്ടിടത്തിലേക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള ആശുപത്രി സംവിധാനങ്ങളും ജീവനക്കാരും മാറിയത്. എന്നാൽ പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ലാബ് കെട്ടിടം ഇപ്പോഴും പരിമിതമായ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിരവധി രോഗികളെത്തുന്ന ആശുപത്രിയിൽ സ്ഥിര ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ 50 പേരോളം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ രോഗികൾക്കും ജീവനക്കാർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ജലവും പര്യാപ്തമല്ല. പഴയ കെട്ടിടം പൊളിച്ചുകളഞ്ഞ ആർദ്രം മിഷൻ വിഭാവനം ചെയ്യുന്ന വിധത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ ചികിത്സാ ആവശ്യത്തിന് എത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ സാധിക്കും. ആർദ്രം മിഷൻ വിഭാവനം ചെയ്യുന്ന വിധം 6 മണിവരെ പൊതുജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുവാൻ ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ കൂടി അനുവദിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.